തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആർ റോഷിപാൽ, രണ്ട് ടീമുകളെയും ഇപ്പോൾ വനത്തിനുള്ളിലൂടെ ഒഴുകുന്ന പുഴയുടെ രണ്ട് ഭാഗങ്ങളിലായി ഇറക്കിയതിനു ശേഷം തിരികെ കൽപ്പറ്റയിലേക്ക് എത്തിയിരിക്കുകയാണ് കോപ്റ്റർ. ഇനിയുള്ള ദൗത്യത്തിന്റെ അടുത്ത ഘട്ടം എങ്ങനെയാണ്? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ ഹെലികോപ്റ്റർ രണ്ട് സംഘമായി 12 സേനാംഗങ്ങളെ കമാൻഡന്റുമാരെ അയച്ചു. അതിനുശേഷമാണ് ഇവർ തിരികെ ഇവിടെ എത്തി അവിടെ വെച്ചിരുന്ന അവരുടെ മറ്റ് സാധനങ്ങളൊക്കെ തിരികെ എടുത്ത് ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോകും. കോഴിക്കോട്ട് അവർ സ്റ്റാൻഡ് ബൈ ആയിരിക്കും. അതിനുശേഷം അവിടെ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് അവർ തിരിച്ച് നേരെ ഈ സൂചിപ്പാറയിലേക്ക് എത്തി ഈ ദൗത്യ സംഘത്തെ 12-അംഗ ദൗത്യ സംഘത്തെ അവർ വീണ്ടും അവിടെ നിന്നും എടുത്തു നേരെ ഇങ്ങോട്ടേക്ക് കൽപ്പറ്റയിലേക്ക് എത്തും. അതിനിടയിൽ മൃതദേഹങ്ങൾ ലഭിച്ചാൽ ആ മൃതദേഹങ്ങളും അവർ എയർലിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഏതായാലും ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആ ഹെലികോപ്റ്റർ അത് 12-അംഗ സംഘത്തെ അവിടെ എത്തിച്ചു കഴിഞ്ഞു. അതിനൊപ്പം അവിടെ ഹെലികോപ്റ്ററിൽ പോയ ഈ സംഘത്തിനൊപ്പം പോയ ലഫ്റ്റനന്റ് കേണൽ ഋഷി, ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ ഋഷി തിരികെ എത്തി. എല്ലാം ഓക്കെയാണ് എന്ന് ഇപ്പോൾ ഈ ടീം ADGP അറിയിക്കുകയും ചെയ്തു. അതിനൊപ്പം ഇവർ ഇവിടെ തുടരും എന്നാണ് ADGP MR അജിത് കുമാർ, ഒപ്പം ലഫ്റ്റനന്റ് കേണൽ ഋഷി ഉൾപ്പെടെയുള്ള ആർമിയുടെ സംഘം അത് ഇവിടെ തുടരും. പക്ഷേ ഹെലികോപ്റ്റർ നേരെ കോഴിക്കോട്ടേക്ക് പോയി. കോഴിക്കോട് നിന്നും ഇനി ഹെലികോപ്റ്റർ സന്ദേശം ലഭിക്കുമ്പോൾ ഇവരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായുള്ള സന്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് അവരെ അവിടെ നിന്നും പിക്ക് ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട സാഹസികമായ രക്ഷാ ദൗത്യം, ആ ഒരു തെരച്ചിൽ അത് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു വനമേഖലയിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ആ തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ ഇവിടെ നിന്നും ആർമി ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഈ ലഫ്റ്റനന്റ് കേണൽ മലയാളി കൂടിയായ ആലപ്പുഴ സ്വദേശിയായ ഋഷിയാണ് ഹെലികോപ്റ്ററിൽ അങ്ങോട്ടേക്ക് പോയത്. അവർ ഇറങ്ങിയതിന് ശേഷം അവരെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഋഷി തിരിച്ച് ഇങ്ങോട്ടേക്ക് പോന്നു. ഋഷി ഇവിടെ ഇറങ്ങി ഈ ADGPക്കൊപ്പം അവർ കാര്യങ്ങൾ വിലയിരുത്തുന്നു, അവിടുത്തെ വിവരങ്ങൾ വിലയിരുത്തുന്നു. ഇപ്പോൾ ADGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്യും. SOGയുടെ കമാൻഡന്റ് SP തബോഷ് പസ്മദാരിയോ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്യും. അവർ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അവലോകനം ചെയ്തു. ആ വിവരങ്ങൾ മന്ത്രിസഭാ ഉപസമിതിയെ അറിയിക്കും. അതിലൊക്കെ തീരുമാനം. ഒന്ന്, ഈ തെരച്ചിൽ അത് അന്തിമഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്. ഏതായാലും ഈ തെരച്ചിൽ അവസാനിപ്പിക്കണമെങ്കിൽ ഈ ഒരു ദൗത്യം കൂടെ പൂർത്തിയാകണം. കാരണം ഇത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമ്മുടെ ഈ രക്ഷാപ്രവർത്തകരൊന്നും എത്തിപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ കൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ മൃതദേഹങ്ങളുണ്ടെങ്കിൽ അതുകൂടെ എടുത്ത് ബന്ധുക്കൾക്ക് കൈമാറി ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അത് പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി ഈ രക്ഷാപ്രവർത്തനം തിരച്ചിൽ അവസാനിച്ചു എന്ന് സംസ്ഥാനത്തെ അറിയിക്കുക. അത് മാധ്യമപ്രവർത്തകരിലൂടെ ജനതയെ അറിയിക്കുക. ആ തരത്തിലായിരിക്കും. ഏതായാലും ഇപ്പോൾ ഈ ആർമി ഉദ്യോഗസ്ഥന്മാർ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ കാണാം. ഈ ദൗത്യത്തിൻ്റെ ഭാഗമായ ഋഷി, അദ്ദേഹമാണിപ്പോൾ വാഹനത്തിൽ ഉള്ളത്, ആർമിയുടെ വാഹനത്തിലുള്ളത്. ഇനി ഇവർ ഇവിടെ ക്യാമ്പ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ADGP ഇവിടെ തന്നെ ഉണ്ട്, ഒപ്പം SP ഉണ്ട്, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇനി അവിടെ നിന്നുള്ള സന്ദേശങ്ങൾ, ഈ തെരച്ചിൽ നടക്കുന്നതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് ഇവിടെ എത്തും. ആ വിവരങ്ങളാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതാണ്ട് 6 മണിക്കൂറാണ് നേരത്തെ ഈ ഒരു ദൗത്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ഇനി പകൽ സമയത്ത് മാത്രമാണ് ദൗത്യം നടക്കുക. അങ്ങനെയെങ്കിൽ ഇനി എത്ര സമയം ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വ്യക്തമല്ല. എന്തായാലും ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ഈ ദൗത്യത്തിലേക്ക് പോയ 12 പേരെ അവരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സാഹസിക ദൗത്യം ഈ വയനാട്ടിൻ്റെ മലയിടുക്കുകളിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന വിവരങ്ങളാണ് ഒടുവിൽ കിട്ടുന്നത്. സുജയ.